ഒരു വൃത്തിയുടെ പരിപാടിയാണ് ഈ ആഹാരത്തിന്റെ പേരിൽ ഇങ്ങനത്തെ സ്കാം നടത്തുന്നത്. അടുത്ത് 1 കിലോയ്ക്ക് പറഞ്ഞ ശേഷം 1300 1200 ഇതിൽ എഴുതിയിരിക്കുന്നത് 1570 1300. അപ്പൊ റൗണ്ട് ചെയ്തു ഇത് കണ്ട ഇവര് കഴിച്ചതിന്റെ ബില്ലാണ് 2720 രൂപയാണ് ഇവർക്ക് ബില്ല് വന്നത്. ഇവരൊരു മീൻ വാങ്ങിച്ചാണ്. ഇവരുടെ അടുത്ത് നിങ്ങളുടെ പറഞ്ഞ എത്ര രൂപയെന്ന് പറഞ്ഞായിരുന്നു? പറഞ്ഞില്ല. ഒരു ഫാമിലി അവർ ഇറങ്ങി പോയിട്ടോ. അവർക്ക് 3000 രൂപ ബില്ല് എഴുതി. ഒരു സമയത്ത് മലയാളികളെ മൊത്തം, അതായത് കേരളക്കാരെ മൊത്തം പറ്റിച്ച ടീംസാണ് ഒരു പുഴയോര വഴിയോര പുഴമീൻ ഒക്കെ അല്ലെങ്കിൽ മീനൊക്കെ കൊടുക്കുന്ന ഒരു ഹോട്ടലിനെ പറ്റിയിട്ട് ഒരു പരാതിയായിട്ട് വന്നിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. വിഷയം വേറൊന്നുമല്ല, നമ്മുടെ ഒരു ഹോട്ടലാണ് വിഷയം. ഹോട്ടലിലെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവീൺ പ്രണവ് എല്ലാവർക്കും അറിയല്ലോ. കൊച്ചു ഒരു സമയത്ത് എന്തായിരുന്നു ചേട്ട അച്ഛനടിക്കണം, അച്ഛൻ അനിയനടിക്കണം, അനിയൻ അമ്മ അടിക്കണം, അമ്മ പെങ്ങളടിക്കണം, ഭാര്യ അടിക്കണം, ആരൊക്കെ ഇടിക്കുന്നു, ഗർഭിണി ഇടിക്കുന്നു, മാറി ഇടിക്കുന്നു. കേരളക്കാരെ മൊത്തം ആകെ കൺഫ്യൂഷനിലായിട്ട് കിടന്ന ഒരു ഇടിയായിരുന്നു ആ ഇടികൾ. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് ചാനലൊക്കെ തുടങ്ങി. അതിന് രണ്ടും റീച്ച് ഉണ്ടാക്കി വീണ്ടും അവർ മുന്നോട്ട് സഞ്ചരിച്ചു പോയി. ഫോർച്യൂണറൊക്കെ എടുത്ത് ഇത്ര ലക്ഷം രൂപ ഉണ്ടാക്കി. നിങ്ങളിങ്ങനെ ഇരുന്നു, അല്ലാണ്ട് എന്ത് പറയാം. അതിലോട്ടൊന്നും പോകുന്നില്ല. എന്തായാലും അതൊന്നും അല്ലടേ ഇവിടുത്തെ വിഷയം ഇവര് പരവൂറുള്ള ഹോട്ടൽ പുഴയോരത്ത് പോയി. ഈ പുഴയോരം ഹോട്ടലിൽ പോയപ്പോൾ യുവമാര് തിന്നുന്നതിനല്ലടെ ബില്ല് കൊടുക്കുന്നത്. യുവമാരുടെ ഹോട്ടലിന്റെ വിലയാണ് വരുന്ന ആൾക്കാർക്ക് ബില്ലടിച്ചു കൊടുക്കുന്നത്. അതാണ് അവിടെ നടക്കുന്നത്. അമ്മാതിരി സാധനമാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം മീൻ കഴിച്ച് അടിപൊളിയായിട്ടൊക്കെ ഇറങ്ങിയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ചാണാമര അടിക്കാനുള്ള മൈൻഡ് സെറ്റായിരുന്നു. അമ്മാതിരി ബില്ലാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ബില്ലുകളാണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് യവന്മാർ കൊടുക്കുന്ന ബില്ല് വെച്ചിട്ട് നമുക്കൊരു അന്നദാനം തന്നെ നടത്താൻ പറ്റും. ആ ലെവലിലുള്ള പൈസയാണ് ബില്ലടിച്ചു കൊടുക്കുന്നത്. പ്രവീൺ പ്രണവ് ആരംഭിച്ചട്ടെ. ഭയങ്കര സ്കാമാട്ടോ മീനിന്റെ കാര്യത്തിൽ നടക്കണേ. ഇവിടുത്തെ കസ്റ്റമേഴ്സ് ഇവിടെ നിപ്പോണ്ട്. ചേട്ടാ നിങ്ങളത് എങ്ങനെയാ പറഞ്ഞത്? മീനിന്റെ കാര്യം ഒരു ചെറിയ മീനാണെന്നാണ് തന്നത്. പക്ഷെ അത് വലിയ മീനാണ്. 2 കിലോ വേണ്ട. 2 കിലോ മീനില്ല. അതിന്റെ കഴിക്കുന്നത് നമുക്കറിയത്തില്ല എത്ര കിലോ മീനാണെന്നൊന്നും. അതെ ഇവിടെ കഴിച്ച വേറെ ആൾക്കാരും ഉണ്ട് കേട്ടോ. നമുക്കും ഇവിടെ ഇതുപോലെ തന്നെ കഴിച്ചിട്ട് അതിലെ ബില്ലിന്റെ ഒരു രസം എന്ന് പറഞ്ഞാല് 2650 അല്ലേ, 2650 അതിന്റെ കിലോ പറയണത്. നമ്മൾ ചോദിക്കാതെ തന്നെ അവര് 3/4 കിലോ കുറച്ചേക്കണം, ഡിസ്കൗണ്ട് ചെയ്തേക്കണം. എന്നിട്ട് അവര് നമ്മളോട് പറഞ്ഞത് 2 കിലോ 1 കിലോ കൂടുതലുള്ള മീനെ ഇവിടെ ഉള്ളൂ എന്നാ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ എന്നിട്ട് കിച്ചണിൽ പോയി നോക്കിയപ്പോ 500 ഗ്രാമിന്റെ ചെറിയ മീനുകളുണ്ട്. കിച്ചണിൽ ഇപ്പൊ പോയി ക്യാമറ കാണിച്ചു. അതിന്റെ വെയിറ്റ് നമുക്ക് പറയണ്ടേ? ഇപ്പൊ ബില്ല് വന്നപ്പോ 1500 മൊത്തത്തിൽ 1600 1700 ബില്ല് എഴുതി വെച്ചേക്കും. ഇത് കണ്ടേ ഇവര് കഴിച്ചതിന്റെ ബില്ലാണ് 2720 രൂപയാണ് ഇവർക്ക് ബില്ല് വന്നത്. ഇവരൊരു മീൻ വാങ്ങിച്ചാണ്. ഇവരുടെ നിങ്ങളുടെ പറഞ്ഞ എത്ര രൂപയെന്ന് പറഞ്ഞായിരുന്നു? പറഞ്ഞില്ല. കാണിച്ചിട്ടില്ല. നമ്മള് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന ആൾക്കാരാ. അവിടെ നമുക്ക് കൊണ്ട് കാണിച്ചു തരും ഇങ്ങനെ വെയിറ്റ്. എന്നിട്ടാണ് നമ്മൾ എടുക്കണത്. അല്ലാതെ ഇതുപോലെ 2650 ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ട് പിന്നെ അത് കൂടാതെ അവര് 3/4 കിലോ ഡിസ്കൗണ്ട് ചെയ്തേക്കണം. ഞാൻ ചോദിച്ചു നമ്മൾ തല്ല് പിടിക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് എങ്ങനെ നിങ്ങൾക്ക് അറിയാം? ഇത്രയും ആൾക്കാർ ഇവിടെ കൂടി നിൽക്കുക കേട്ടോ. സീരിയസ്ലി ഇത് ഭയങ്കര ഒരു സ്കാമാണ്. നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടി ഒരു നേരത്തെ സാധാരണ ഞാനും ഈ ഫിഷ് കഴിക്കാൻ പോകുന്ന സമയത്ത് ഇവര് വെയിറ്റ് ഒക്കെ തൂക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള മീൻ സെലക്ട് ചെയ്തിട്ട്, അത്യാവശ്യം കടകളിലൊക്കെ അങ്ങനെയാണ് ഈ ചെറിയ സെറ്റപ്പ്, അതായത് ചെറിയ തട്ടുകട സെറ്റപ്പിലൊക്കെ ചിലപ്പോൾ മീൻ പൊരിക്കുന്നതൊക്കെ 1-2 ഒരു ടൈപ്പ് മീൻ വെച്ചിട്ടേ പോകും. അല്ലാതെ മീൻ സെലക്ട് ചെയ്യുന്ന എല്ലാ കടകളിലും സാധാരണ നമുക്ക് ഇഷ്ടമുള്ള മീൻ സെലക്ട് ചെയ്ത് തൂക്കത്തിനനുസരിച്ചിട്ടൊക്കെയാണ് വില പറയുന്നത്. നമ്മൾ കഴിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇത് തൂക്കുന്ന മീൻ വേറെ, പൊരിക്കുന്ന മീൻ വേറെ, തിന്നുന്ന മീൻ വേറെ, വയ്ക്കുന്ന മീൻ വേറെ, അവസാനം വരുന്ന ബില്ല് വേറെ. എല്ലാവർക്കും 5000-ന് മേളിൽ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് രീതിയിൽ ഹോട്ടലിന്റെ വിലയാണ് ഇവർ ബില്ലടിച്ചു കൊടുക്കുന്നത്. എല്ലാം ഉണ്ടാക്കുന്നുണ്ടല്ലേ, കൊള്ളാം. ഈ ഹോട്ടലിനെ പറ്റിയിട്ട് ഭയങ്കര റിവ്യൂ ആണ്. റേറ്റിംഗ് ഒക്കെ വന്നിട്ട് 1.2 1 സ്റ്റാറെങ്കിലും ഉണ്ടോ എന്തോ. അതൊക്കെ ഒരു കാലം. ഗൂഗിൾ റിവ്യൂ നോക്കുന്ന സമയത്ത് നെഗറ്റീവിന്റെ ഒരു കൂമ്പാരമാണ് ഇതിന്റെ താഴെ വാരി കൂട്ടിയിരിക്കുന്നത്. എന്നിട്ടും ആളുകൾ അങ്ങോട്ട് വീണ്ടും പോകുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വിശന്ന് പട്ടിണി നടക്കുമ്പോൾ പോവായിരിക്കും. ഇനി ഈ ഹോട്ടലിനൊരു നെഗറ്റീവ് ഉള്ളത് കണ്ടും കൊണ്ട് അറിഞ്ഞു വെച്ചും കൊണ്ട് പോയിട്ട് അവിടെ ഒരു നെഗറ്റീവ് വീഡിയോ ചെയ്തതാണോ എന്ന് അറിയത്തില്ല. ഒരു റിവ്യൂ ഞാനൊന്ന് വായിക്കാം. കരിമീൻ 400-450 ആവും എന്ന് പറഞ്ഞു. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ബില്ല് പേ ചെയ്യാൻ വന്നപ്പോൾ കൗണ്ടറിൽ നല്ല ബഹളം. എന്താണെന്ന് ചോദിച്ചപ്പോൾ ദേ ഓർഡേർഡ് കലഞ്ഞി ഫ്രൈ, പ്രൈസ് വിൽ കം 2500 rupees. നമ്മൾ ഓർത്ത് കലഞ്ഞി ആയോണ്ടാണെന്ന്. നെക്സ്റ്റ് നമ്മുടെ ബില്ല് കിട്ടി. അവരെയും വെട്ടിച്ചു. അല്ല, ആ ചെമ്പല്ലിക്കാണോ കലഞ്ഞിക്കാണോ വില കൂടുതൽ? അല്ല, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഈ ബില്ല് ടേബിളിൽ തരാൻ പോലും ആരുമില്ല അവിടെ. ആകെ സെർവ് ചെയ്യാൻ 2 പേരേ ഉള്ളൂ. ഈ ടേബിളിൽ ബില്ല് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും അവരുമായിട്ടൊരു ഫിക്സഡ് റേറ്റ് ഇട്ട് പോകുന്നുണ്ട്. വരുമ്പോൾ വാങ്ങിയാൽ മതി. നിങ്ങൾ കഴിച്ച മീനിന്റെ ബില്ലൊന്നായിരിക്കും വരുന്നത്. ഏതെങ്കിലും ഒരു 5000 രൂപയോളം വരുന്ന ഒരു ബില്ല് നിങ്ങൾക്ക് തരും. അത് വാങ്ങി ബില്ലും പേ ചെയ്തു പോകുക.
എക്സ്ട്രാ ചോറും കറിയും ചോദിച്ചാലും തരാൻ ആരുമില്ല. വട്ടായി ഞങ്ങൾ തന്നെ എഴുന്നേറ്റ് പിന്നെ വന്ന അവർക്ക് സെയിം സിറ്റുവേഷൻ. അങ്ങനെ ഞങ്ങൾക്ക് മുൻപിൽ തന്നെ 5-6 ആളുകൾ സെയിം സിറ്റുവേഷൻ. അവിടെ ആകെ 3 ഫ്രൈ മാത്രമേ ഉള്ളൂ, കലഞ്ഞി കരിമീൻ പിന്നെ ചെമ്പല്ലി. പറഞ്ഞിട്ട് തന്നാൽ നോ പ്രോബ്ലം. ബട്ട് ഇത് ഒരുമാതിരി ആളെ പറ്റിക്കുന്ന പരിപാടി തന്നെ, പകൽക്കുള്ള. ഇതിലും നല്ലത് പിടിച്ചു പറിക്കാൻ പോകുന്ന വേസ്റ്റ് എക്സ്പീരിയൻസ് എവർ ഇൻ മൈ ലൈഫ്, പൂർ സർവീസ്, ടേസ്റ്റ്ലെസ് ഫുഡ്. അപ്പം ടേസ്റ്റും ഇല്ലെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. മൊത്തത്തിൽ അടപടലം തേഞ്ഞൊട്ടിയ അവസ്ഥയാണ്. നമ്മുടെ പ്രവീണിലോട്ട് പോവാം. ഓണേഴ്സിന്റെ നമ്പർ ചോദിക്കുമ്പോൾ ഓണേഴ്സിന്റെ നമ്പർ വരുന്നത് എന്നിട്ടൊന്നുമില്ല. നമ്മൾ പറഞ്ഞു നമ്മുടെ നമ്പർ കൊടുത്ത് നമ്മൾ വിളിക്കാൻ പറഞ്ഞു, കാശ് തരണമെങ്കിൽ നമ്പർ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. നമ്മൾ തിരിച്ചു വിളിക്കട്ടെ. ഞാൻ ചെന്നപ്പോൾ ഒരു ഫാമിലി അവർ ഇറങ്ങി പോയിട്ടോ, അവർക്ക് 3000 രൂപ ബില്ല് എഴുതി കൊടുത്തിരിക്കുന്നത്. അതെന്ത് ചെയ്യാനാ? ഡോക്ടർ, എറണാകുളത്തുള്ള ഫേമസ് ഒരു ഡോക്ടർ, അവര് ആ ഡോക്ടറും ഭാര്യയും കൂടെ വന്നിട്ട് പിള്ളേർക്ക് ഇഷ്ടമുള്ള മീൻ ചോദിച്ചിട്ടില്ല. അവസാനം വേറൊരു മീൻ അവര് മേടിച്ചിട്ട് അതേ ഞങ്ങളുടെ അതേ സെയിം ബില്ല്, പക്ഷെ വെയിറ്റ് തൂക്കത്തിൽ വ്യത്യാസം ആണല്ലേ. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് ഇവിടെ അടുത്തുള്ള എന്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോ ഫ്രണ്ട് പറയണത് നിനക്ക് വേറെ സ്ഥലം കണ്ടില്ലെന്ന്. ഇതിപ്പോ എത്ര അടക്കണം ഞാൻ? ഇതിപ്പോ എന്റെ അടുത്ത് 1 കിലോയ്ക്ക് പറഞ്ഞ ശേഷം 1300 1200 ഇത് എഴുതിയിരിക്കുന്നത് 1570 1300. അപ്പൊ റൗണ്ട് ചെയ്തോ. ഓഹോ, ബാർഗൈനൊക്കെ ഉണ്ട് കേട്ടോ, സൂപ്പറാണ്, നല്ല അടിപൊളി ഹോട്ടലാ. ബാർഗൈനിങ് ഒക്കെ ചെയ്ത് നമുക്ക് അവസാനം വില പേശി അത്യാവശ്യം കുറച്ചെടുക്കാം. അത് ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം. പിന്നെ ആ വ്യക്തി അവിടെ ബില്ല് പോലും പേ ചെയ്യാതെ അങ്ങനെ ഇറങ്ങിപ്പോയി, വേണമെങ്കിൽ വിളിക്കട്ടെന്ന്. ആ പരിപാടിയും കൊള്ളാം കേട്ടോ. ഇവിടെ പോയി തിന്നിട്ട് വേണമെങ്കിൽ ആൾക്കാർക്ക് ബില്ല് ചെയ്യാതെ ബില്ല് കൂടിപ്പോയെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാം. വേണമെങ്കിൽ ഇനി ഇവർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വന്ന് ബില്ല് പേ ചെയ്യാം എന്നുള്ളൊരു സെറ്റപ്പും കൂടി എനിക്ക് അവിടെ നിന്ന് മനസ്സിലായി. അതും കൊള്ളാം കേട്ടോ, നല്ല ഐഡിയ ആണ്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഒരു 5 പേര് വന്നാൽ മതി, അവർക്ക് കിട്ടേണ്ട ലാഭവും ഇരട്ടി ലാഭവും ഒക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും. അതിന്റെ റീസണും നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. ഒരു 5 പേര് വന്ന് 100 രൂപയ്ക്ക് കഴിച്ചിട്ട് പോയാലും ബില്ല് 5000 ആയിരിക്കും. അതുകൊണ്ട് മൊത്തത്തിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ലാഭം അവർക്ക് തന്നെ. അതുകൊണ്ട് ആൾക്കാരൊന്നും അധികം വന്നു വലിഞ്ഞേറി ഇടിഞ്ഞ് നെരുങ്ങിക്കിടന്ന് തിന്നേണ്ട കാര്യമൊന്നുമില്ല. വഴിയോരത്തോട് പോകുമ്പോൾ ആരെങ്കിലൊക്കെ വഴി തെറ്റി വന്ന് കയറി 1-1.5 ബില്ലും കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. ഇതെല്ലാം നല്ല കാര്യം, അങ്ങനെ ആയിരിക്കണം കേട്ടോ. ഒരു ഹോട്ടൽ നടത്തുമ്പോൾ ഇങ്ങനെ നാട്ടുകാരെ മൂഞ്ചിച്ച് തന്നെ ജീവിക്കണം. തിന്നാൻ കൊടുക്കുന്നതാണ്, അതിലെങ്കിലും കുറച്ച് എത്തിക്സ് കാണിക്കണം നാളുകളെ. ചെമ്പല്ലി മീന് 1 കിലോ 1300 അല്ലെങ്കിൽ 1400. ചേച്ചി പറയുന്നത് 1300 അല്ലെങ്കിൽ 1400, അങ്ങനെയാണ് ആ വീഡിയോയിൽ പറയുന്നത്. ഞാനിപ്പോൾ എടുത്ത് നോക്കി. പക്ഷെ എനിക്ക് കിട്ടുന്ന വില എത്രയെന്ന് അറിയാമോ നിങ്ങൾ? ആ മീന് 1 കിലോ ഇല്ല, അതാണ്ടേ 900 ഗ്രാമേ ഉള്ളൂ ഞാൻ കഴിച്ച ആ മീനിന്റെ റേറ്റ്. ചെമ്പല്ലി മസാലയാണ് ഞാൻ കഴിച്ചത്, 900 ഗ്രാമേ ഉള്ളൂ. പക്ഷെ എനിക്ക് കിട്ടുന്നിരിക്കുന്ന വില ഉണ്ടോ 1570. അപ്പൊ 1570 അത്ര ആദ്യം ഇട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു 1570 എങ്ങനെയാവുന്നത്? ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 1 കിലോയ്ക്ക് 1300 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം അതിവിടെ ബോർഡ് നോക്കണമെന്ന് എൻ്റെ അടുത്ത് പറയാ. നിങ്ങൾ കഴിക്കാൻ വരുമ്പോൾ ബോർഡ് നോക്കണോ? അതൊക്കെ എന്ത് വർത്താനമാണ് പറയുന്നത്. ഇപ്പം അവരല്ലേ പിന്നെ ഇതിന് സർവീസിനൊന്നും നിൽക്കുന്നത്. നമ്മളിപ്പം ബോർഡ് നോക്കിയിട്ടാണ് എല്ലാ ഹോട്ടലിലേക്കും ഒരു ആഹാരം കഴിക്കുന്നത്. നമ്മൾ ഇപ്പം ഈ ഫിഷിന്റെ കാര്യത്തിൽ ഞാൻ വില ചോദിച്ചുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു സംസാരിക്കാനുള്ള ഒരു വോയിസ് ഉണ്ട്. ഇപ്പം ചിലപ്പം വില ചോദിക്കാതെ, ഞാനൊക്കെ വില ചോദിക്കാതെ ആഹാരം കഴിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ വില ചോദിച്ചു, ഇത്ര രൂപയും മീനെന്ന്. അതുകൊണ്ട് എനിക്ക് പിന്നെ വെട്ടിക്കുറച്ചിട്ട് വഴക്കിട്ട് അങ്ങനെ ആരും ചോദിച്ചില്ല. ആൾക്കാർ വിലയൊന്നും ചോദിക്കാതെ കഴിച്ചവരാണ്. എന്റെ പൊന്നു കൈസ്, ഒരു ഫാമിലിയെ, ഒരു കുഞ്ഞും ഒരു ഫാദറും ഒരു കുഞ്ഞും, അവർ 3 പേരും ഒന്ന് ആഹാരം കഴിച്ചത്. അവർ എത്ര കഴിക്കാനാണ് 3 പേരും ഒന്ന് ആഹാരം കഴിക്കുന്നത്? അവർക്കിട്ട കൊടുത്ത ബില്ല് 3200 രൂപ. 3200 രൂപ മൃതിലെ ഒരു നേരം ഒരു ഊണ് കഴിക്കാനായിട്ട് വരുന്ന ഒരു പുള്ളിയുടെ ശമ്പളം. ഞാൻ അങ്ങനെ പറയുമല്ല, ഒരു സാധാരണക്കാരെ അപേക്ഷിച്ച് 3200 രൂപ ഒക്കെ പറയുന്നത് എന്തുവാ? സത്യം, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഈ ഒരു ആംബിയൻസ് കണ്ടൊക്കെ കയറുന്ന കേട്ടോ. ഇതിടുമ്പോൾ ഇനി എന്നെ ആരും വന്ന് തെറി വിളിക്കാൻ പറയണ്ട, ഇങ്ങനെ ആരും പറ്റിക്കരുത് ആഹാരത്തിന്റെ പേരിൽ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ലാസ്റ്റ് റൗണ്ട് ചെയ്തിട്ട്, ഞാൻ ടർക്കിച്ചപ്പോൾ റൗണ്ട് ചെയ്തിട്ട് 1380 രൂപ ഞാൻ ഇവിടെ പേ ചെയ്തു ആ ഫിഷ് മസാലയ്ക്ക്. നമ്മൾ കുട്ടൻ ആലപ്പുഴ പോയപ്പോഴേ നമ്മൾ ഫാമിലി അയ്യോ സംസാരിക്കാൻ വയ്യാത്തവരെ ഒന്നും മിണ്ടാതെ പൈസ കൊടുത്തിട്ട് പോകും. ഇങ്ങനെ നല്ലൊരു കാര്യം ചെയ്ത ഇവരുടെ കമന്റ് ബോക്സ് വേണം നിങ്ങൾ ജനങ്ങൾ കാണാൻ. ഇവർക്കായിരുന്നു പൊങ്കാല. നാട്ടുകാരെ മൊത്തം, മീൻസ് കേരളക്കാരെ മൊത്തം പറ്റിച്ച നിങ്ങളാണോ വലുത്, അവിടെ വന്ന ആൾക്കാരെ മാത്രം പറ്റിച്ച ഹോട്ടലുകാരാണോ വലുതെന്നുള്ള രീതിയിലായി ഇവരുടെ കമന്റ് ബോക്സ്. എന്ത് പറയാൻ. പിന്നെ ഹോട്ടലുകാരെ ഞാൻ ഒരു തരത്തിലും ന്യായീകരിക്കത്തില്ല, തന്തയില്ലാത്ത പരിപാടിയാണ് ഈ കാണിക്കുന്നത്. ഓരോരുത്തർക്ക് ചുമ്മാ നിങ്ങൾക്ക് തോന്നുന്ന ബില്ലടിച്ചിട്ട് കൊടുത്ത് ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു സ്കാമിനെതിരെ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കണം. ഇതൊന്നും വെറുതെ വിടേണ്ട കേസല്ല. തോന്നുന്ന പോലെ തോന്നുന്നതിനൊക്കെ തന്തരം തറവാടാടാ ഇവിടം. എനിക്ക് ഇറങ്ങാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. ഇവിടെ മറ്റേ അടുത്ത പരിപാടി കാണിച്ച് തോന്നുന്നിടത്ത് തോന്നുന്ന വില വാങ്ങിയിട്ട് ഒരുമാതിരി മറ്റേ കോപ്പ പരിപാടികൾ കാണിക്കുന്നത്. ഇവിടെ തിന്നാൻ കൊടുക്കുന്നില്ലെങ്കിലും കുറച്ച് എത്തിക്സ് കാണിക്കണം.
ആൾക്കാർ ഫുഡ് കൊള്ളൂലെന്നും പറയുന്നുണ്ട്. എങ്കിലും വഴിയോരമായതുകൊണ്ട് പല യാത്രക്കാരും വന്ന് കയറുമെന്ന് നിങ്ങൾക്കറിയാം. എങ്ങനെയാലും തട്ടിയും മുട്ടി ഒരു 10-25 പേര് ഡെയിലി വന്ന് അങ്ങ് വിഴുന്നു തരും. ഇതുപോലെ വിലയും കാര്യങ്ങളൊന്നും ചോദിക്കാതെ കയറി ഇരുന്ന് തിന്നും കൊണ്ട് പോകുന്നവന്റെ നിക്കർ വരെ കീറി എടുക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. എങ്ങനെ പോലെ നിനക്കൊക്കെ നല്ല ലാഭമാണ് ഉണ്ടാക്കുന്നത്. നാട്ടുകാർ എത്ര ചീത്ത വിളിച്ചാലും എത്ര റിവ്യൂ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. അങ്ങനെ ഉണ്ടാക്കി തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറും ഒരു ദിവസം, അന്നങ്ങ് വീഴും. ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കുന്നതിന്. അതുകൊണ്ട് അനുഭവിക്കാതെയൊന്നും പോകത്തില്ല. നമ്മൾ ഒരുപാട് ഹോട്ടലിൽ പോയിട്ട് ഫിഷ് കഴിച്ചിട്ടുള്ളതും നമുക്കറിയാം. കഴിക്കുമ്പോൾ അവർ ഓരോ കാര്യങ്ങൾ പറയുന്നത് റേറ്റ് ഒക്കെ നമുക്കും അറിയാമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് മറ്റടുത്ത പരിപാടികളൊക്കെ കാണിക്കാതിരിക്കുക. വളരെ മോശമാണ്, വളരെ അധികം മോശമാണ്. ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അധിക കാലമൊന്നും പിടിച്ച് നിൽക്കത്തില്ല. പിന്നെ വഴിയോരമായതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ കുറേ എണ്ണം വന്ന് കയറും. പക്ഷേ എനിക്ക് ഏറ്റവും സങ്കടമായി കഴിഞ്ഞത് ഈ വീഡിയോ ചെയ്ത പ്രവീൺ പ്രണവിന്റെ അവസ്ഥയാണ്. പറയാൻ പറ്റത്തില്ല. വേറെ ഒന്നല്ല, നാട്ടുകാർ ഇവരെയും എടുത്തിട്ട് ഊക്കുന്നു, അവരെയും ഊക്കുന്നു, വളഞ്ഞും തിരിഞ്ഞും മറിച്ചിട്ട് ഊക്കുന്നുണ്ട്. എന്നാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വഴിയോരം കടയിൽ പോയി കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ ഇടണം. ബൈ.